ഹരി ഓം വിഷ്ണുമായ സ്വാമിയെ ശരണം. ഓം ശ്രീ വിഷ്ണുമായ സ്വാമിയെ നമഃ. എല്ലാ സ്വാമി ഭക്തർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട എന്നാൽ ലളിതമായ ഒരു വിഷയത്തെക്കുറിച്ചാണ്. എങ്ങനെയാണ് വിഷ്ണുമായ സ്വാമിയെ വീട്ടിൽ പൂജിക്കേണ്ടത്? നിത്യജീവിതത്തിൽ സ്വാമിയുടെ അനുഗ്രഹം ലഭിക്കാൻ നാം അനുഷ്ഠിക്കേണ്ട 5 പ്രധാന പൂജാകർമ്മങ്ങൾ എന്തൊക്കെയാണ്? ഇതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത്. വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് ഒരു ചെറിയ കാര്യം. ശ്രീ വിഷ്ണുമായ സ്വാമിയുടെ മഹിമകളും അത്ഭുതങ്ങളും ലോകമെമ്പാടും എത്തിക്കുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം. ഈ ചാനൽ ഫോളോ ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുന്നതിലൂടെ നിങ്ങളും ഈ ദൈവിക ദൗത്യത്തിന്റെ ഭാഗമാവുകയാണ്. സ്വാമിയുടെ കീർത്തി മറ്റുള്ളവരിലേക്ക് എത്തിക്കാനുള്ള നിങ്ങളുടെ ഈ നല്ല മനസ്സിന് വിഷ്ണുമായ കുട്ടിച്ചാത്തൻ സ്വാമി എല്ലാവിധ ഐശ്വര്യങ്ങളും നൽകി അനുഗ്രഹിക്കട്ടെ. ശരി, ഇനി നമുക്ക് വിഷ്ണുമായ സ്വാമിയെ പ്രീതിപ്പെടുത്താനുള്ള 5 പ്രധാന പൂജാകർമ്മങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ശുദ്ധിയും ഭക്തിയും. ഒന്നാമതായി വേണ്ടത് ശുദ്ധിയാണ്. സ്വാമിയെ ആരാധിക്കുന്നവർ ശാരീരികമായും മാനസികമായും ശുദ്ധി പാലിക്കണം. അതിരാവിലെ എഴുന്നേറ്റ് കുളിച്ച് ശുദ്ധമായ വസ്ത്രം ധരിച്ചു വേണം പൂജ തുടങ്ങാൻ. മനസ്സ് പൂർണ്ണമായും സ്വാമിയിൽ അർപ്പിക്കുക എന്നതാണ് ഏറ്റവും വലിയ പൂജ. ദീപം തെളിയിക്കൽ. രണ്ടാമത്തെ കർമ്മം ദീപം തെളിയിക്കലാണ്. പൂജാമുറിയിലോ അല്ലെങ്കിൽ ശുദ്ധമായ ഒരിടത്തോ നിലവിളക്ക് കൊളുത്തിവെക്കുക. കിഴക്കോട്ട് തിരിഞ്ഞിരുന്ന് വേണം വിളക്ക് കൊളുത്താൻ. നല്ല എണ്ണയോ നെയ്യോ ഉപയോഗിക്കാം. വിളക്കിലെ തിരി തെളിയുമ്പോൾ സ്വാമിയുടെ ചൈതന്യം അവിടെ നിറയുന്നു എന്നാണ് വിശ്വാസം. ലഘുനിവേദ്യം. മൂന്നാമതായി സ്വാമിക്ക് പ്രിയപ്പെട്ട നിവേദ്യങ്ങൾ സമർപ്പിക്കാം. ഇതിനായി വലിയ ചിലവുകൾ ആവശ്യമില്ല. സ്വാമിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് ഇളനീരും മലരും ശർക്കരയുമാണ്. ഭക്തിയോടെ സമർപ്പിക്കുന്ന എന്തും സ്വാമി സ്വീകരിക്കും. നാമജപം. നാലാമത്തെ കാര്യം നാമജപമാണ്. ദീപത്തിനു മുൻപിലിരുന്ന് ഓം ശ്രീ വിഷ്ണുമായ സ്വാമിയേ നമഃ എന്ന മന്ത്രം 108 തവണയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് കഴിയുന്നത്ര തവണയോ ജപിക്കുക. സന്ധ്യാസമയങ്ങളിൽ നാമജപം നടത്തുന്നത് കുടുംബത്തിലെ ദോഷങ്ങൾ അകറ്റാൻ സഹായിക്കും. ശരണാഗതി. അഞ്ചാമത്തേതും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ കർമ്മം ശരണാഗതിയാണ്. അതായത് നമ്മുടെ എല്ലാ വിഷമങ്ങളും സ്വാമിയുടെ കാൽക്കൽ സമർപ്പിക്കുക. എൻ്റെ കാവൽക്കാരൻ വിഷ്ണുമായ സ്വാമിയാണ് എന്ന ഉറച്ച വിശ്വാസത്തോടെ വേണം പൂജ അവസാനിപ്പിക്കാൻ. ഈ 5 കാര്യങ്ങൾ നിത്യവും ശ്രദ്ധിച്ചാൽ വിഷ്ണുമായ സ്വാമിയുടെ അനുഗ്രഹം തീർച്ചയായും നിങ്ങളുടെ കൂടെയുണ്ടാകും. സ്വാമിയെ വിളിച്ചാൽ വിളിപ്പുറത്തെത്തുന്ന ദൈവം എന്നാണ് പറയുന്നത്. ആ വിശ്വാസം എന്നും നിങ്ങൾക്ക് തുണയാകട്ടെ. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക. കാണുന്നവരും കേൾക്കുന്നവരുമായ എല്ലാ ഭക്തർക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും ശ്രീ വിഷ്ണുമായ സ്വാമി ആയുരാരോഗ്യ സൗഖ്യങ്ങളും സകല ഐശ്വര്യങ്ങളും നൽകി അനുഗ്രഹിക്കട്ടെ. സ്വാമി ശരണം.